ഇതാണ് എൻ്റെ MBA ഗ്യാങ്. കോളേജൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് പുറത്ത് പോകുന്നത്. നമ്മൾ കുറേ പ്ലാൻ ഇങ്ങനെ വെക്കുമെങ്കിലും ഇപ്പോഴാണ് അതിനുള്ള ഒരു അവസരം വന്നത്. മുട്ടപ്പത്തിരി ബീഫിൻ്റെ പ്ലാന് ഇവരായിട്ടാണ് ഫസ്റ്റ് വെച്ചത്. ബട്ട് ഇന്നലെ താത്താനായിട്ട് പോകേണ്ടി വന്ന കാരണം ഇവരായിട്ട് ഇതും കൂടെ വരേണ്ടി വന്നിങ്ങണ്ട്. ഇപ്പോഴത്തെ ഒരു കംഫർട്ട് സോൺ എന്നൊക്കെ പറയൂലേ, അതാട്ടോ ഇവർ മാത്രമല്ല ഇതിൽ 3 ആളും കൂടെ ആഡ് ഓൺ ചെയ്യാണ്ട് എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അവരുടെ അടുത്തുള്ള സമയത്ത് ഭയങ്കര അടിപൊളിയാട്ടാ. അവർ മനസ്സ് തുറന്ന് ചിരിക്കാനും ഞാനായിട്ട് നിൽക്കാനും എനിക്ക് എന്ത് വേണമെങ്കിലും പറയാനും ഒക്കെ പറ്റും. ഒരു ഇമോഷണൽ സപ്പോർട്ടിനെക്കാട്ടും അപ്പുറം ഇവരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ കുറേ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാണ്ട് ഇരുന്ന് ചിരിക്കാൻ. പണ്ടത്തെ ഞങ്ങൾ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ട് ഈ ഒരു റിയലൈസേഷൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴത്തെ നിൽക്കുന്ന ഹോസ്റ്റലിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവർ അത്രത്തോളം ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം രാത്രി ആയിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ മെസ്സേജ് അയക്കും, മിസ് ചെയ്യുന്നുണ്ട്, എന്തോ നമ്മൾ പണ്ടത്തെ വീട് മിസ് ചെയ്യുന്നുണ്ട്, ആൾക്കാരെ മിസ് ചെയ്യുന്നുണ്ട്. നമ്മളപ്പുറം നല്ല കച്ചറ ഉണ്ടാക്കിയെങ്കിലും എൻഡ് ഓഫ് ദി ഡേ ആ കട്ടമ്മൽ ആ സ്പീക്കറിൽ പാട്ടും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. എൻ്റെ ഡിഗ്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വരെ ഞാനിങ്ങനെ ആരും മിസ് ചെയ്തിട്ടില്ലായിരുന്നു. ചിലപ്പോൾ നമ്മളൊരു വീടെടുത്ത് താമസിച്ചുകൊണ്ടാവും ഇത്രയും അധികം ബോണ്ടായിട്ടുണ്ടാവുക. കാരണം നമ്മൾ ഹോസ്റ്റലിലുള്ള ഓരോ മൊമെൻറ്റ്സും ഓരോരുത്തരായിട്ടിരുന്നതാക്കുന്നതും ഒക്കെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും MBAക്ക് പോയത് വെറുതെ ആയിട്ടേ ഇല്ലായിരുന്നു. മാക്സിമം ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ മെമ്മറീസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ നല്ല സെറ്റ് ഓഫ് ഫ്രണ്ട്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും നല്ല രസമായിരുന്നു.